ശരീരത്തിലെ തൊലിപ്പുറത്ത് കണ്ടുവരുന്ന അരുമ്പാറയും പാലുണ്ണിയും നിയന്ത്രിക്കാൻ വളരെ എഫക്റ്റീവായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നാച്ചുറൽ മരുന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങളിലായിട്ട് സ്കിന്ന് ഗ്രോത്തായിട്ട് നിൽക്കുന്നൊരവസ്ഥ ഉണ്ട്. ഈ അരുമ്പാറ ചിലപ്പോൾ നമ്മുടെ കയ്യിലെ വിരലുകളിലായിരിക്കും കണ്ടുവരുന്നത്. കാലിൻ്റെ മുട്ടിൽ കാണാം, തലയിൽ കാണാം, മുഖത്ത് കാണാം. ഇങ്ങനെയൊക്കെ കുറച്ച് കട്ടിയോടുകൂടി കണ്ടുവരുന്ന ഈ സ്കിൻ ഗ്രോത്ത്, ഈ അരുമ്പാറയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ ഫലപ്രദമായിട്ട് തന്നെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ മരുന്നാണ് ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെയാണ് പാലുണ്ണി. പാലുണ്ണിയാണെന്നുണ്ടെങ്കിൽ അത്ര കട്ടി ഉണ്ടാവത്തില്ല, എന്നാൽ സ്കിന്നിലോട് ചേർന്നിട്ട് ബബിളായിട്ട് കണ്ടുവരുന്നൊരവസ്ഥയാണ്. കഴുത്തിൻ്റെ ഇരു വശങ്ങളിൽ കാണാറുണ്ട്, കക്ഷത്ത് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വളരെ സൗകര്യാർത്ഥം തയ്യാറാക്കാൻ പറ്റുന്ന മരുന്നാണ് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, എന്തൊക്കെ ഔഷധങ്ങളാണ് വേണ്ടി വരുന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്താം. ഇതിൽ പ്രധാനമായി ആവശ്യമുള്ളത് 3 ഔഷധങ്ങളാണ്. ഒന്ന് ചുക്ക് ഉണക്കി പൊടിച്ചെടുത്തതും, ഗാർലിക്ക് ഉണക്കി പൊടിച്ചെടുത്തതും, പിന്നെ നാരങ്ങ നീരുമാണ്. ഇതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് ചുക്ക് ഉണക്കി പൊടിച്ചെടുത്തത് ഒരു ചെറിയ സ്പൂൺ, അതേപോലെ വെളുത്തുള്ളി അഥവാ ഗാർലിക്ക് ഉണക്കി പൊടിച്ചെടുത്തതും അതേ അളവിൽ തന്നെ ഒരു സ്പൂൺ എടുക്കുക. ഇതിനെ നമ്മൾ നാരങ്ങ നീര് ഉപയോഗിച്ച് കൊണ്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് പേസ്റ്റ് ആക്കിയതിന് ശേഷം ഈ പറഞ്ഞ എവിടെയൊക്കെയാണോ നമുക്ക് അരുമ്പാറ ഉള്ളത് അല്ലെങ്കിൽ പാലുണ്ണി ഉള്ളത് അവിടെ നമ്മളത് പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ കൈയുടെ ഈ ഭാഗത്ത് ചെറിയ ഗ്രോത്ത് ആയിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ അരുമ്പാറ ഉണ്ടെങ്കിൽ ഈ മരുന്ന് തയ്യാറാക്കിയതിന് ശേഷം ആ ഒരു ഭാഗത്ത് ജസ്റ്റ് എന്ത് ചെയ്യാം, സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക, ഒട്ടിച്ച് വയ്ക്കുക. സാധാരണ മൈലാഞ്ചിയൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിലൊക്കെ എങ്ങനെയാണ് പുരട്ടി വയ്ക്കുന്നത് അതേപോലെ തന്നെ ജസ്റ്റ് ഇത് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. അങ്ങനെ 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തായാലും, ഇപ്പം മുഖത്താണെങ്കിലും അതേപോലെ തന്നെ കയ്യിൽ, കാലിൻ്റെ മുട്ട്, തലയിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ മരുന്ന് തയ്യാറാക്കി നമുക്ക് ഇത് പ്രയോഗിക്കാവുന്നതാണ്. തുടർച്ചയായിട്ട് 1 മാസം ഇങ്ങനെ നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു 2 വീക്സ് എല്ലാം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും. അതിങ്ങനെ ഉണങ്ങി അവസാനം അതിങ്ങനെ പൊരിഞ്ഞ് ഇളകി പോകുന്നൊരവസ്ഥയാണ് പൊതുവേ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു മരുന്ന് പ്രയോഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അരുമ്പാറയും ഈ പറഞ്ഞ പാലുണ്ണിയെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഈ മരുന്ന് തയ്യാറാക്കേണ്ട രീതിയും ഏതൊക്കെ ഔഷധങ്ങളാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികത്തിൽ കൊണ്ടുവരിക. ഇതേപോലെ അരുമ്പാറ കൊണ്ടും പാലുണ്ണി കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നിരവധി ആരോഗ്യപ്രദമായിട്ടുള്ള വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടയ്ക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിക്കാൻ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.